തൃശൂർ മതിലകത്ത് ജലാശയങ്ങളിൽ നീർനായ ശല്യം രൂക്ഷമാകുന്നു. മതിലകം പഞ്ചായത്തിലെ കഴുവിലങ്ങ പ്രദേശത്ത് നീർനായ ശല്യം രൂക്ഷമായതോടെ ജലാശയങ്ങളിൽ കുളിക്കാനെത്തുന്നവരും മത്സ്യകർഷകരും കടുത്ത ഭീഷണിയിലാണ്. പ്രദേശത്തെ നിരവധി കുളങ്ങളിലെ മത്സ്യങ്ങളെ നീർനായ്ക്കൾ കൂട്ടമായി എത്തി ഭക്ഷിക്കുകയാണ്. കഴുവിലങ്ങ സ്വദേശി മണക്കാട്ട് പാർത്ഥസാരഥിയുടെ മത്സ്യകൃഷി നടത്തുന്ന കുളത്തിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത്. രാത്രിയിലും പുലർച്ചെയുമായാണ് നീർനായ്ക്കൾ കൂട്ടത്തോടെ എത്തി മത്സ്യങ്ങളെ പിടിച്ചു തിന്നുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. വീടിനോട് ചേർന്ന് 3 മുതൽ 4 വരെ കുളമുള്ളതിനാൽ അവിടങ്ങളിലെ മത്സ്യങ്ങളെയും ലക്ഷ്യമിട്ടാണ് നീർനായ്ക്കൾ എത്തുന്നതെന്നും പാർത്ഥസാരഥി പറഞ്ഞു. ഈ വിഷയം എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും നമ്മുടെ നേരെ ചീറി കടിക്കാൻ വന്നതോടുകൂടി ഞാൻ ഫോറസ്റ്റിനെ അറിയിക്കുകയും തിരുവനന്തപുരത്ത് വിളിച്ചു പറയും. അവർ വഴി ചാലക്കുടിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ആൾക്കാരോട് വരികയും ചെയ്തു. അങ്ങനെ വന്ന സമയത്ത് അവർ ഈ പരിസരമൊക്കെ ഒന്ന് പരിശോധിച്ചു. അടുത്ത ദിവസം അവർ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല, ഒരു നിലയ്ക്ക് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സാധാരണ പുഴയായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ഇത് വരാറുള്ളൂ, ചാലക്കുടി പുഴയിലാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടായിരുന്നതെന്ന് പറയുന്നു. എങ്കിലും ഇപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ട നിലയ്ക്ക് അവർ 2 ദിവസത്തിനുള്ളിൽ കൊണ്ട് കൂട് വയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മത്സ്യകൃഷി ഈ പ്രദേശത്ത് നിന്ന് നാമാവശേഷമാകുന്ന രീതിയിലേക്കാണ് പോകുന്നത്. ഒരാൾക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരികയാണ്. ഈ ആൾക്കാരെയും കൂടെ ഉപദ്രവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ ഇതിൽ അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് നമ്മുടെ ആൾക്കാരെ സംരക്ഷിച്ചില്ലെങ്കിൽ ഇത് ജനങ്ങൾ തന്നെ ഈ സാധനങ്ങളെ നേരിടാൻ ഇറങ്ങേണ്ട ഒരു ഗതികേട് വരും. പെരുന്തോട്ടിലും സമീപത്തെ തോടുകളിലും കുളങ്ങളിലുമെല്ലാം നീർനായ്ക്കളെ പതിവായി കാണാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. കുളത്തിൽ കുളിക്കാനോ ഇറങ്ങാനോ ശ്രമിക്കുമ്പോൾ നീർനായ ചീറ്റിയെടുത്തു വരുന്ന അവസ്ഥയാണുള്ളത്. വന്യജീവികളുടെ സാന്നിധ്യം വർദ്ധിച്ചതോടെ മത്സ്യകൃഷി തുടരുക തന്നെ ദുഷ്കരമായ സാഹചര്യമായാണ് നിലവിലുള്ളത്. സംഭവത്തിൽ പാർത്ഥസാരഥി വനം വകുപ്പിൽ പരാതി നൽകി. വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ സജിയുടെ നേതൃത്വത്തിലുള്ള റെസ്ക്യൂ സംഘം സ്ഥലത്തെത്തി കുളങ്ങളും പരിസര പ്രദേശങ്ങളും പരിശോധിച്ചു. പ്രശ്നത്തിന് അടിയന്തര പരിഹാരമായി കുളങ്ങളിൽ കൂടുകൾ സ്ഥാപിച്ച് നീർനായ്ക്കളെ പിടികൂടാനുള്ള നടപടി ഉടൻ ആരംഭിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.